സൺഡേ ഹോളിഡേ ആണല്ലോ. സാധാരണ സൺഡേ ഞാൻ മൂടിപ്പൊതിച്ച് കിടന്ന് ഉറങ്ങാനാണ് അത് കാരണം മക്കൾക്ക് പഠിത്തമില്ല, താമസിച്ച് എഴുന്നേറ്റാൽ മതി. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റ്, കാരണം അൻപലിക്ക് പോകണമായിരുന്നു സുമേൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ. അത് രാവിലെ 8 മണിക്കായിരുന്നു. അത് കാരണം രാവിലെ എഴുന്നേൽക്കേണ്ടി വന്നു. അവിടെ പോയി നേരെ അവിടുന്ന് ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആയിരുന്നു. അവിടുന്ന് കഴിച്ച് മക്കൾക്കും ഉള്ളതും എടുത്ത് നേരെ പച്ചക്കറി മീനും എല്ലാം മേടിച്ച് വന്നു. കാരണം സൺഡേ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ, അതിന് കപ്പയും ഇതെല്ലാം മേടിച്ചുകൊണ്ടാണ് വന്നത്. അന്നേരം പിന്നെ ഞാൻ നേരെ അരിയിട്ട് കുക്കറിനകത്ത് ചോറ് വെക്കാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞ് നേരെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും എല്ലാം, ചൂരക്കറി ആയിരുന്നല്ലോ, കട്ട് ചെയ്ത പീസായതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. കഴുകി വാരി എടുത്താൽ മാത്രം മതിയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനിതെല്ലാം അരിഞ്ഞ് റെഡിയാക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് ദേണ്ട ലക്ഷ്മി എഴുന്നേറ്റ് വന്ന് എൻ്റെ മേത്തെല്ലാം വെള്ളം ഒഴിച്ചു. പക്ഷേ ഞാൻ കാണുന്നില്ല, ഞാൻ എന്താണെന്നറിയാതിരിക്കുവാണ്. അവളത് ഒഴിച്ചെന്ന് ഞാൻ പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഞാനെല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ചട്ടി അടുപ്പത്തിട്ട് വെച്ചപ്പോഴത്തേക്ക് എനിക്കൊരു വിളി വന്നു, അമ്മേ ഓടി വായോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു എന്താ പറ്റിയെന്നറിയാതെ ഞാൻ നേരെ ഓടി ചെന്നപ്പോഴത്തേക്ക് എന്തുവാണ്, കൊറിയർ വന്നതാണ് കേട്ടോ. കൊറിയർ മേടിക്കാൻ നിന്നവളാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് ഈ കൊറിയറൊക്കെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഓടി വന്നത് മേടിച്ചുകൊണ്ട് വരുന്ന പോലെ അന്നേരം തന്നെ അത് പൊട്ടിക്കണം. അവളത് പൊട്ടിച്ചപ്പോഴത്തേക്കും ഞാൻ നേരെ അടുക്കളയ്ക്ക് പോയി. എൻ്റെ ചുരക്കറി അവിടെ പാകമാകണ്ടേ. ഞാൻ നേരെ ചെന്ന് പെട്ടെന്ന് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കുക്കറിരുന്ന് വിസിലടിക്കാൻ തുടങ്ങി. അങ്ങനെ ചോറ് വന്നു. അപ്പോഴത്തേക്ക് അടുത്ത വിളി വന്നു. എന്താണ്, ചുച്ചുവിൻ്റെ സൈക്കിള് കേടായിരുന്നു, അത് റെഡിയാക്കാൻ വേണ്ടി ഉണ്ണിമോൻ വന്ന് രണ്ടുപേരുടെ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായി എന്നെ കിടന്ന് വിളിച്ചത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവന്മാരത് കൊണ്ടുപോകാമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചത് കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്ന് അടുത്ത പൊടികളും മറ്റും എല്ലാം ചേർത്ത് അത് അടച്ച് മൂടി ഉപ്പും എല്ലാം അപ്പോഴത്തേക്ക് നോക്കി ഉപ്പില്ല. നേരെ ഉപ്പ് പൊട്ടിച്ച് ഉപ്പിട്ടു. അപ്പോഴത്തേക്ക് കറി തിളച്ച് വന്നിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ എന്തെടുത്തു, ചൂര പീസാക്കി എല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ അതെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഉപ്പും പുളിയെല്ലാം നോക്കും. ഞാൻ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ ഉപ്പും പുളിയും നോക്കി ഞാൻ തന്നെയാണ് ഇതിന് തൃപ്തി അടയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയില്ല കേട്ടോ, ഞാൻ സൂപ്പറായിട്ട് കറി വെക്കും. അത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, എല്ലാവരും പറയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ എൻ്റെ സന്തോഷം, എനിക്ക് തൃപ്തി വേണ്ട, അതിന് വേണ്ടി പറയാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അതിങ്ങനെ ആസ്വദിച്ചിരിക്കട്ടോ. അത് തിളയ്ക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു സുഖമാണ്. അവിടുന്ന് വേണ്ട മീനും പുരട്ടി വെച്ചു. അപ്പോഴത്തേക്ക് അവർ സൈക്കിൾ റെഡിയാക്കി അവരും എത്തി. അന്നേരത്തേക്ക് ഞാൻ ഈ ചക്ക പറഞ്ഞ് ഞാൻ കപ്പ മേടിച്ചുകൊണ്ട് വന്നതാണ് ഇന്ന് കുഴയ്ക്കാമെന്ന് കരുതി. അന്നേരത്തേക്കാണ് ഈ ചക്ക വീണ് കിടക്കുന്ന കണ്ടത്. ആദ്യമായിട്ടാണ് കേട്ടോ പ്ലാവി ചക്ക പിടിക്കുന്നത്. ഞങ്ങളുടെ നോക്കുമ്പോഴത്തേക്ക് താഴെ വീണ്. അത് കണ്ടപ്പോഴത്തേക്ക് കളയാൻ തോന്നിയില്ല. വെട്ടിക്കണ്ടിച്ചപ്പോൾ പൊട്ടാണ്. എന്നാൽ പിന്നെ ഇങ്ങനെ നോക്കാം, ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് നോക്കാമെന്ന് കരുതി വെട്ടിക്കണ്ടിച്ച് കഷ്ണങ്ങളാക്കി നേരെ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് അടുപ്പിലേക്ക്. അപ്പോഴത്തേക്കാണ് തേങ്ങ വേണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ചുച്ചു ഒരു തേങ്ങ പൊതിക്കുന്നു. അവൻ നേരെ പോയി തേങ്ങ പൊതിക്കാൻ നിന്നപ്പോൾ അവൻ എനിക്കിട്ടൊരു പണി തന്നു. എന്താണ്, ലെമൺ ജ്യൂസ് അടിച്ച് കൊടുക്കണം. എന്നാൽ പിന്നെ നമുക്ക് ക്ഷീണമാകാമല്ലെന്ന് കരുതി ഞാനും നേരെ ലെമൺ ജ്യൂസ് അടിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാൻ ഉപ്പും പഞ്ചസാര ഇട്ടു പൊടിച്ച് വന്നപ്പോഴത്തേക്ക് അവൻ തേങ്ങ പൊതിച്ച് കൊണ്ടുവന്ന് വെള്ളം തന്നെ കേട്ടോ. അവനെ എപ്പോൾ പൊട്ടിച്ചാലും എനിക്ക് കൊണ്ട് തരും കേട്ടോ. അവനാണ് ഇവിടെ തേങ്ങ തിരുങ്ങുന്ന ആൾ. ഞാൻ വല്ലപ്പോഴും ഒക്കെ തിരങ്ങാറുള്ളൂ. അവനുള്ളപ്പോൾ അവൻ എനിക്ക് സഹായിക്കാറുള്ളൂ. അവിടുന്ന് നേരെ ഞാൻ നാരങ്ങ ലെമൺ ജ്യൂസ് അടിക്കാമെന്ന് കരുതി ലെമണെല്ലാം കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് ഫുൾ വെള്ളം ഒഴിക്കും, എന്നിട്ട് ഒരടി അടിക്കും. അപ്പോഴത്തേക്ക് ലെമൺ ജ്യൂസ് തയ്യാറ്. അപ്പോഴത്തേക്ക് അവൻ തേങ്ങയും തിരികെ കൊണ്ട് വെച്ച് കഴിഞ്ഞ് ഞാൻ അന്നേരത്തേക്ക് ലെമൺ ജ്യൂസ് റെഡിയാക്കി അവന് ഗ്ലാസ് കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ കൊള്ളാവോന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാന്ന് പറഞ്ഞു. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഫ്ലോപ്പായി പോകും കേട്ടോ. അത് കാരണം ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഇത് കൊള്ളാവോടാന്ന്. പിന്നെ അവൾക്ക് ലക്ഷ്മിക്ക് അത്ര താല്പര്യമില്ല, എന്നാലും അവൾക്ക് ചില സമയത്ത് അത് കുടിക്കണമെന്ന് തോന്നുന്നു. അവൾ ഓടി വന്നേ ഇത് കണ്ടപ്പോഴത്തേക്ക് വേണമെന്നും പറഞ്ഞു. ഞാനും കുടിച്ച് നോക്കി, പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നേരെ ആ മീൻ പുരട്ടി വെച്ചിരുന്നത് വറുക്കാൻ വെച്ച്. ഇവളിങ്ങനെ കേട്ടോ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ അല്ലേ എന്നെ ഒന്ന് തോണ്ടും. ഇതൊക്കെയാണ് അവരുടെ മെയിൻ പരിപാടി. അവിടുന്ന് അത് വറുക്കാൻ വെച്ചപ്പോഴത്തേക്ക് കുക്കറിൽ വെച്ചിരുന്ന ചക്കയില്ല, അന്നേരത്തേക്ക് നോക്കുമ്പോൾ വെന്തു. അത് കേട്ടോ നല്ലപോലെ കുഴഞ്ഞു വന്നു. പിന്നെ ഞാൻ നേരെ തേങ്ങ എടുത്ത് അരച്ച് വെച്ചപ്പോഴത്തേക്ക് സുമേട്ടൻ വിളിച്ച് സുമേട്ടനുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ കേട്ടോ പാചകം ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ സുമേട്ടൻ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടൈം പാസ്സാണ്. കാരണം ജോലി ചെയ്യുന്നതിനിടയ്ക്ക് വിളിച്ച് കാര്യം പറഞ്ഞിരിക്കേണ്ട അറിയത്തില്ല. അപ്പോഴത്തേക്കാണ് ഞാൻ വെച്ചാൽ എന്നാൽ പിന്നെ ഇച്ചിരി മോരുകറി ആയാലോ എന്ന്. കാര്യം ഇത്രയുള്ള സ്ഥിതിക്ക് ഒരു എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കൂട്ടാനും കൂടെ ആക്കിയേക്കാം. നമുക്ക് എല്ലാ ചൂരക്കറിയാണല്ലോ, അപ്പോൾ അത് എരിവാണല്ലോ. അപ്പോൾ എന്നൊരു മോരുകറി ആകുമ്പോൾ ഒരു തണുപ്പ് കിട്ടുമല്ലോ എന്ന് കരുതി അതാക്കി അങ്ങനെ അത് റെഡിയാക്കി. അങ്ങനെ സുമേനുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നേരെ അവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് പാത്രം കഴുകാനായിട്ട് പോയി. പാത്രം ഞാൻ വർക്ക് ഏരിയയിലിട്ടാണ് കഴുകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ പോയിന്ന് കാര്യം പറഞ്ഞ് പിന്നെ ആ പാത്രം അപ്പോഴത്തേക്ക് എൻ്റെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 1 മണിയായി.
എന്നാൽ പിന്നെ കഴിക്കാമെന്ന് കരുതി മക്കളെ വിളിച്ചു. അപ്പോഴത്തേക്കും മോൾക്ക് ഇപ്പം വേണ്ട, കാര്യം അവളിങ്ങനെ ഞുറുക്ക് സാധനങ്ങളൊക്കെ തിന്ന് നടക്കുന്നു. അവനെന്തെങ്കിലും ചക്ക കുഴച്ചത് മതിയെന്ന് പറഞ്ഞ് ചക്ക കുഴച്ചതും ചൂരക്കറിയും മീൻ വറുത്തതായിട്ട് കൊണ്ടുപോയി. ഞാൻ എന്നാലും എനിക്ക് ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും ചോറ് മസ്റ്റാണ് കേട്ടോ. ചോറ് കഴിച്ചില്ല എനിക്ക് തൃപ്തിയില്ല. ഞാൻ എന്തെടുത്ത് ചോറും എടുത്ത് ഒരു ചൂര വറുത്ത എടുത്ത് ചക്ക കുഴച്ചതും എടുത്തിട്ട് ചൂരക്കറി ഇട്ടു. എന്നിട്ട് കുറച്ച് മോരും എടുത്തിട്ട് നേരെ സുമേഷനുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം കേട്ടോ. നേരെ സുമേഷിനെ കൊതിപ്പിക്കുക എന്നുള്ളത് എൻ്റെ മെയിൻ പരിപാടിയാണ്. കാരണം ചക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവനാണ്, ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ്. നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് കൊതിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കത്തില്ലല്ലോ. പിന്നെ ഞാൻ നേരെ അത് എടുത്തുകൊണ്ട് പോയി ഓരോന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവനിപ്പോൾ ചക്ക ഒരു ഭയങ്കര വീക്ക്നെസ് ആയത് കാരണം ഞാൻ എങ്ങനെ മാക്സിമം കൊതിപ്പിക്കാൻ പറ്റും അതുപോലെയെല്ലാം ഞാൻ കൊതിപ്പിക്കും കേട്ടോ. ഞാൻ പറയും ആ ചക്ക ഇങ്ങനെ എടുത്തിട്ട് ആ ചൂരക്കുരിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ആ ചൂര പീസുമായിട്ട് ഇങ്ങനെ തിന്നണം, എന്താ പൊളി സാധനം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പറയും പിന്നെ എന്തിനു കൊള്ളാം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും കിട്ടാത്ത മുന്തിരി പുളിക്കും, അങ്ങനെ വരത്തുള്ളൂ, അത്രയേ ഉള്ളതെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് മൊത്തം കഴിച്ച് തീർത്ത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, സൂപ്പറായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സീ യു.